ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ സോളാറിൻ്റെ പാനൽ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യുന്ന സമയത്ത് സാധാ വയറാണ് കൊടുക്കേണ്ടത്, അതോ അല്ലെങ്കിൽ സോളാറിന് വേണ്ടി സെപ്പറേറ്റ് വയർ വരുന്നുണ്ടോ, അത് സോളാറിൻ്റെ വയറാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ ഗുണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ പോളി ക്യാബിൻ്റെ സോളാറിന് വേണ്ടി വരുന്ന സെപ്പറേറ്റ് DC കേബിളാണ് വരുന്നത്. അതല്ല, നിങ്ങൾ ഓൾറെഡി സാധാ വയർ അല്ലെങ്കിൽ 2.5ൻ്റെ വയർ അല്ലെങ്കിൽ 4ൻ്റെ വയർ 6ൻ്റെ വയർ ഈ സോളാറിലേക്ക് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്യാൻ പാനലിൽ നിന്നും നമ്മൾ DC കറണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കണം. കാരണം ഓൾറെഡി സെപ്പറേറ്റ് സോളാറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വയർ വരുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുക, ഇത് സോളാറിൻ്റെ 4ൻ്റെ വയറാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അത് ഉപയോഗിക്കുന്നത് കണ്ടോ, നിങ്ങൾക്ക് അതിൻ്റെ കാണാൻ സാധിക്കും. അതിൻ്റെ എൻഡ് ഒരു ഷൈനി ലുക്കിൽ തന്നെ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ഓൾറെഡി കോപ്പർ തന്നെയാണുള്ള വയർ തന്നെയാണ്. ഇത് എന്തിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ നമ്മൾ സോളാറിൻ്റെ വയറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏകദേശം 10, 20, 30 വർഷം വരെ അല്ലെങ്കിൽ 20 വർഷം വരെയൊക്കെ കമ്പനി വാറണ്ടി ഓൾറെഡി പാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു കണക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത്രയും വർഷത്തേക്ക് തന്നെ നമുക്ക് അതിൽ നിന്നും വയറിനും അത്രയും ആ ലെവലിൽ തന്നെ ലൈഫ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കോപ്പർ വയറുകൾ നമ്മൾ ഓൾറെഡി സോളാറിന് ഇട്ട് കഴിഞ്ഞാൽ കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഓൾറെഡി സോളാറിൻ്റെ വയറാണ്, കോപ്പർ വയറാണ് നമ്മൾ ഓൾറെഡി ഇടണമെങ്കിൽ ഓൾറെഡി കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ക്ലാവ് പിടിക്കാനും അത് ക്ലാവ് പിടിച്ച് ഓൾറെഡി ലോസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഓൾറെഡി കുറേ നാളുകൾ കഴിയുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് വരുന്തോറും വർഷങ്ങൾ കഴിയുന്തോറും ഓൾറെഡി സോളാറിൽ നിന്ന് കിട്ടുന്ന പവറിന് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസും അതുപോലെ തന്നെ ആംബിയർ എടുക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ വയറിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആ പ്രശ്നം മാക്സിമം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഇത് നിങ്ങൾ കാണുന്ന പോലെ ഇത് കോപ്പർ വയർ തന്നെയാണ്. കോപ്പർ വയറാണെങ്കിലും ഇതിൻ്റെ ഓരോ ഇഴയും സെപ്പറേറ്റ് ടിൻ ചെയ്തിട്ടാണ് ഓൾറെഡി ഈ സോളാറിൻ്റെ വയർ സെപ്പറേറ്റ് വരുന്നത്. അതായത് ഓരോ ഇഴയും കോപ്പർ വയർ തന്നെ ഓരോ ഇഴയും സെപ്പറേറ്റ് ടിൻ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി ഇത് ക്ലാവ് പിടിക്കാനുള്ള ചാൻസസ് ഒട്ടുമില്ല. അപ്പോൾ നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും ഓൾറെഡി ഇതേ അവസ്ഥയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. സോളാർ പാനലിൽ നിന്ന് വരുന്ന കണക്ഷൻസ്, അതായത് നമ്മൾ ഈ വയർ ഇടുന്നതിന് മുന്നേ സോളാർ പാനലിൽ ഓൾറെഡി കമ്പനി കൊടുത്തിരിക്കും, പാനലുകളിലെല്ലാം കൊടുത്തിരിക്കുന്ന വയറുകളെല്ലാം തന്നെ ടിൻ ചെയ്ത വയറുകളാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതാണ്, ഓൾറെഡി കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ക്ലാവ് പിടിക്കാനും ലോസ് വരാനുള്ള ചാൻസസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടിൻ ചെയ്ത വയറുകളാണ് നമ്മൾ സോളാറിന് മാക്സിമം ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിച്ചാൽ നമുക്ക് ഭാവിയിൽ മാത്രമല്ല എന്നത്തേക്കുമായിട്ട് നമുക്ക് ആ പുതിയതിൻ്റെ പെർഫോമൻസ് നമുക്ക് എന്നത്തേക്കും ലഭിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഇതിനറിയാൻ താല്പര്യമുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.